എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 പുതുവർഷം വരികയാണ്. ഈ പുതുവർഷത്തിൽ ഓരോ നക്ഷത്രക്കാരുടെയും പൊതുഫലം എന്താണെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, ഇത് ഓരോ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെയും പൊതുവായി വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് പറയുന്നത്, അല്ലാതെ വ്യക്തിപരമായ ഫലങ്ങളല്ല. ജനനസമയം വ്യത്യസ്തമാകുന്നതനുസരിച്ച് ഫലത്തിൽ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതാണ്. ഓരോ വ്യക്തികളുടെയും ഗ്രഹനില അനുസരിച്ച് മാത്രമേ അവരുടെ ഫലം കൃത്യമായി പറയാൻ സാധിക്കൂ. ഈ ഫലം പറയുന്നത് ഓരോ നക്ഷത്രത്തിൽ വരുന്ന ഗ്രഹമാറ്റം അനുസരിച്ചുള്ള സാധ്യതകൾ മാത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് 2024 സമ്മിശ്ര ഫലമാണ് ഉണ്ടാകുന്നത്. ജനുവരി ഫെബ്രുവരി മാസം ആകുമ്പോഴേക്കും കലാകാര്യങ്ങളിലൊക്കെ താല്പര്യം വർദ്ധിക്കുന്നതാണ്. കലയുമായി സംബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ താല്പര്യം കൂടുന്നതാണ്. അതുപോലെ ശത്രുശല്യമൊക്കെ അല്പം കുറയുന്നതാണ്. കൃഷിഭൂമി ഒക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ അനുഭവയോഗ്യമാകുന്ന സമയമാണ്. അതുപോലെ സാമ്പത്തിക ഇടപാടിൽ പിഴവുകളൊക്കെ വരാതെ നോക്കണം. മാതാവിൽ നിന്ന് സഹായം കൂടുതലായി ലഭിക്കുന്നതാണ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ. തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകുമെങ്കിലും അധ്വാനഭാരമൊക്കെ അല്പം കൂടുന്നതാണ്. ഉറ്റ സുഹൃത്തുക്കളുമായൊക്കെ അകന്നു കഴിയേണ്ട സാഹചര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. മാതാവിനുണ്ടാകുന്ന രോഗങ്ങളൊക്കെ അതുമൂലമുള്ള ചിന്ത മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ കുടുംബകാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായി വരുന്ന ഒരു സമയം കൂടിയാണ്. അനാവശ്യമായ കലഹങ്ങളിലൊക്കെ ചെന്ന് ചാടാതിരിക്കാൻ ശ്രദ്ധിക്കണം. എതിർപ്പുകൾ ഉണ്ടാകുമെങ്കിലും അതിനെയൊക്കെ വിജയകരമായി നേരിടാൻ കഴിയുന്നതാണ്. അതുപോലെ പുതിയ വാഹനയോഗമൊക്കെ കാണുന്നുണ്ട്. കർഷകർക്ക് മികച്ച ലാഭം ഉണ്ടാകുന്നതാണ്. അതുപോലെ പ്രവർത്തിക്കുന്ന മേഖലയിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്താൻ സാധിക്കുന്നതാണ്. ദീർഘദൂര യാത്രകളൊക്കെ ചെയ്യേണ്ടതായി വരുന്നതാണ്. അതുപോലെ ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണതയിലെത്തിക്കാൻ നല്ലപോലെ പ്രയാസപ്പെടേണ്ടി വരുന്ന സമയം കൂടിയാണ് ജനുവരി ഫെബ്രുവരി മാസം. സന്താനങ്ങൾക്കൊക്കെ അന്യദേശത്ത് തൊഴിൽ ഭാഗ്യം ഉണ്ടാകുന്ന സമയം കൂടിയാണ്. മാർച്ച് ഏപ്രിൽ മാസമാകുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളിലും ഒരു വെടിപ്പും വൃത്തിയൊക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ മേലുദ്യോഗസ്ഥരുടെ അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യത കാണുന്നുണ്ട്. സന്താനങ്ങളുടെ ഭാവിയെക്കുറിച്ച് അല്പം ഉത്കണ്ഠയൊക്കെ ഉണ്ടാകുന്നതാണ് ഈ സമയത്ത്. അതുപോലെ ഉപയോഗിക്കുന്ന വാക്കും പ്രവൃത്തിയും ഒക്കെ വഴിക്ക് സഞ്ചരിക്കണം എന്നില്ല ഈ സമയത്ത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ. ബന്ധുക്കളുമായുള്ള ധന ഇടപാടുകളൊക്കെ അല്പം സൂക്ഷിച്ച് ചെയ്യേണ്ട സമയമാണ്. അതുപോലെ ലോട്ടറി പോലുള്ള ഭാഗ്യദേവതയുടെ കടാക്ഷം അല്പമൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് മാർച്ച് ഏപ്രിൽ മാസം. അപ്പോൾ പ്രതിസന്ധികളെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്നതാണ്. ചില രോഗങ്ങളുടെ ശല്യം മൂലം മനോവിഷമമൊക്കെ ഉണ്ടാകാം. വിവേചന ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ ഇഷ്ടജനങ്ങളൊക്കെ ബന്ധുക്കളും ഒക്കെ നീരസമായി പ്രവർത്തിക്കാൻ ഇടയുണ്ട്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വസ്തുക്കളൊക്കെ തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ആത്മാർത്ഥ സുഹൃത്തുക്കളെ സഹായിക്കേണ്ട ചില സാഹചര്യങ്ങളൊക്കെ ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ ഉണ്ടാകാം. മെയ് ജൂൺ മാസമാകുമ്പോഴേക്കും ചില അപവാദങ്ങൾക്ക് ഒക്കെ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ അറിഞ്ഞുകൊണ്ട് വൻ ബാധ്യതകളിലൊക്കെ ചെന്ന് ചാടരുത്. വിവാഹം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർ ആഗ്രഹിച്ച ജീവിത പങ്കാളിയൊക്കെ ലഭിക്കുന്നതാണ്. അധ്യാപകർക്ക് കാലം അനുകൂലമാണ്. അതുപോലെ പുതിയ ഗ്രഹം സ്വന്തമാക്കാനുള്ള സമയം കൂടിയാണ് മെയ് ജൂൺ മാസം. അതുപോലെ വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ വിദേശ ജോലിക്കുള്ള സാധ്യത കാണുന്നുണ്ട്. സന്താനങ്ങൾക്ക് വേണ്ടി അനാവശ്യമായി പണം ചെലവഴിക്കേണ്ടി വരുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ മെയ് ജൂൺ മാസങ്ങളിൽ. സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടാകേണ്ട സമയമാണ്. അതുപോലെ പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ പൊതുപ്രവർത്തനങ്ങളിലൊക്കെ ശോഭിക്കുന്ന സമയം കൂടിയാണ്. അതുപോലെ സഹപ്രവർത്തകരുടെ സഹായമൊക്കെ കൂടുതലായി ലഭിക്കുന്ന സമയമാണ്. ആത്മവിശ്വാസമൊക്കെ അല്പം വർദ്ധിക്കും. അതുപോലെ മുൻകോപമൊക്കെ നിയന്ത്രിക്കണം. മുൻകോപം നിയന്ത്രിച്ചില്ലെങ്കിൽ പല വിപത്തുകളിലൊക്കെ ചെന്ന് ചാടുന്ന സമയമാണ്. അതുപോലെ ആർക്കെങ്കിലുമൊക്കെ വാഗ്ദാനം കൊടുത്താൽ അതൊക്കെ സൂക്ഷിച്ച് ചെയ്യേണ്ട സമയമാണ്. ആ വാഗ്ദാനങ്ങളൊക്കെ ഫലത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുപോലെ വിശ്വസിക്കുന്നവരിൽ നിന്ന് വഞ്ചന ഉണ്ടാകാതെയും ശ്രദ്ധിക്കണം. സ്വന്തം ജനങ്ങളുടെ വിരോധമൊക്കെ സമ്പാദിക്കാനുള്ള അവസരമൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അരുതാത്ത കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായ അവസരങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒഴിവാക്കണം. വ്യത്യസ്ത മേഖലകളിൽ നിന്നൊക്കെ ധനലാഭം ഉണ്ടാകുന്നതാണ്. ജൂലൈ ആഗസ്റ്റ് മാസമാകുമ്പോഴേക്കും സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടത്തിൻ്റെ സമയമാണ്. സഹോദരങ്ങളെയൊക്കെ സ്നേഹിക്കും. തൊഴിൽ മേഖലയിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ്.
അതുപോലെ കുടുംബ ബന്ധങ്ങളിലുണ്ടാകുന്ന അകൽച്ചയൊക്കെ അല്പം മാറിക്കിട്ടുന്നതാണ്. കടബാധ്യതകളിൽ നിന്നൊക്കെ മോചനം ഉണ്ടാകും. എന്നൊക്കെ ഇരുന്നാലും സ്വന്തം ജനങ്ങളുടെ ചതിയിൽപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അല്പം ശ്രദ്ധിക്കണം. അതുപോലെ ബുധൻ ശനി ദിവസങ്ങളിലെ യാത്രകൾ കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. വരവ് ചെലവ് കണക്കുകൾ പൊരുത്തപ്പെട്ടു പോകാൻ ഈ സമയത്ത് അല്പം ബുദ്ധിമുട്ട് നേരിടുന്നതാണ്. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാലം അനുകൂലമായിട്ടാണ് കാണുന്നത്. വൻ സാമ്പത്തിക നേട്ടത്തിനൊക്കെ സാധ്യതയുണ്ട്. മേലുദ്യോഗസ്ഥരുടെ പ്രീതി നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ മാതാപിതാക്കളുടെ സ്വത്തുക്കളൊക്കെ കൈവശം വന്നു ചേരാനുള്ള അവസരം ഉണ്ടാകുന്നതാണ്. സഹോദരങ്ങൾക്കും ബന്ധുക്കൾക്കും വേണ്ടി നല്ലപോലെ പ്രയത്നിക്കുന്ന ഒരു സമയമാണ്. വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഉയർച്ച കാണുന്നുണ്ട്. കോടതി കേസൊക്കെ ഉള്ളവരാണെങ്കിൽ കോടതി കേസുകളിൽ അനുകൂല വിധി പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ നാൽക്കാലി വളർത്തുന്നവരാണെങ്കിൽ നാൽക്കാലികളിൽ നിന്നുള്ള ലാഭമൊക്കെ അല്പം കുറയുന്ന സമയമാണ്. ഉദരസംബന്ധമായ ചില രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ അയൽക്കാരുമായിട്ടുള്ള സമീപനം ഈ സമയത്ത് ശ്രദ്ധിച്ച് ചെയ്യണം, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ ഇടവരുന്നതാണ്. സെപ്റ്റംബർ ഒക്ടോബർ മാസമാകുമ്പോഴേക്കും അനാവശ്യ ചിന്തകളൊക്കെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. സ്വന്തം ജനങ്ങളുടെ സഹായമൊക്കെ ലഭിക്കുന്നതാണ്. കുടുംബാന്തരീക്ഷം സന്തോഷകരമായി തീരുന്നതാണ്. കൂട്ടു ബിസിനസ് ചെയ്യുന്നവരാണ് ശ്രദ്ധിക്കണം. പുതിയതായിട്ട് കൂട്ടു ബിസിനസ് ആരംഭിക്കാൻ ആലോചിക്കുന്നവരാണെങ്കിൽ തൽക്കാലം അത് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. സന്താനങ്ങൾക്ക് നേട്ടങ്ങളുടെ കാലമായിരിക്കും. ഈശ്വരചിന്തയൊക്കെ വർദ്ധിക്കുന്ന സമയമാണ്. ആരോപണങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കുന്നതാണ്. കോടതി കേസ് ഉള്ളവരാണെങ്കിൽ കോടതി കേസുകളിലൊക്കെ വിജയം കാണുന്നുണ്ട്. കുടുംബത്തിൽ നിന്ന് അല്പം അകന്നു നിൽക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. അതുപോലെ പൂർവിക സ്വത്തിന്മേൽ ബന്ധുജനങ്ങൾ അവകാശം സ്ഥാപിക്കാനൊക്കെ ശ്രമിക്കുന്നതാണ് ഈ സമയത്ത്. ചെറിയ കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവരുമായി കലഹിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. സ്വന്തം പ്രതിച്ഛായയ്ക്ക് മങ്ങലേക്കാതെയൊക്കെ പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ്. നവംബർ ഡിസംബർ മാസം, അതായത് വർഷാവസാനത്തോടുകൂടി കാലം കൂടുതൽ അനുകൂലമാകും. ധനലാഭം, ജീവിത വിജയം എന്നിവ ഉണ്ടാകും. ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കുന്നതാണ്. ഊഹക്കച്ചവടത്തിൽ നിന്നൊക്കെ ലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ വരുമാനത്തിൽ വർധനവൊക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ ആത്മവിശ്വാസമൊക്കെ അല്പം വർദ്ധിക്കുന്നതാണ്. പാഴ്ചിലവുകളൊക്കെ ഉള്ളതൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിക്കും. അതുപോലെ ബന്ധുക്കളെക്കാൾ മറ്റുള്ളവരുടെ സഹായമായിരിക്കും ഈ സമയത്ത് ലഭിക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷ നേടുന്നതാണ്. വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഉയർച്ച കാണുന്നുണ്ട്. വ്യവസായം ചെയ്യുന്നവരാണെങ്കിൽ വ്യവസായികൾക്കൊക്കെ ഉയർച്ചയുടെ കാലമാണ്. ശത്രുദോഷമൊക്കെ കുറയും. ഗ്രഹം മോടി പിടിപ്പിക്കാനുള്ള യോഗമൊക്കെ ഉണ്ട്. നല്ല അനുകൂലമായ സമയമാണ് നവംബർ ഡിസംബർ മാസം. അതുപോലെ അപ്രതീക്ഷിതമായ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ധനലാഭം കാണുന്നുണ്ട്. എന്നാലും ചെറിയ ചിന്തകളൊക്കെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സന്താനങ്ങൾക്കൊക്കെ വിദേശത്ത് പുതിയ ജോലി ലഭിക്കുന്നതാണ്. ഓഹരി ഇടപാടുകളൊക്കെ ഉള്ളവരാണെങ്കിൽ അതിലൊക്കെ ധനലാഭം കാണുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള വാഗ്വാദങ്ങളിലൊക്കെ ഏർപ്പെടുന്നത് ശ്രദ്ധിക്കണം. മാതൃ സ്വത്ത് ലഭിക്കുന്നതാണ്. പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ വിഘ്നേശ്വര പ്രീതി നേടുക, മഹാവിഷ്ണു പ്രീതി നേടുക. ഇതൊക്കെ ചെയ്താൽ സർവ്വദോഷങ്ങളെയും അകറ്റാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് നല്ലൊരു വർഷമാകട്ടെ 2024. നന്ദി, നമസ്കാരം.